أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله عظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن، ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور ليوفيهم أجورهم ويزيدهم من فضله إنه غفور شكور. ودواء قلب 5 فتلاوة بتدبر المعنى وللبطن الخلاء، وقيام ليل والتضرع بالسحر، ومجالسات الصالحين الفضلاء. واعلموا أمة سيدنا ومولانا محمد اللهم صل وسلم وبارك عليه. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ ഭവനത്തിൽ ഈ ഇഅ്തികാഫിൻ്റെ നിയത്തോടു കൂടി ഒരുമിച്ച് കൂടിയിരിക്കുന്ന മുഅ്മിനീങ്ങളെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ പരിശുദ്ധ റമദാനിൽ നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചു. പരിശുദ്ധ റമദാനിൻ്റെ ഒന്നാമത്തെ 10ഉം രണ്ടാമത്തെ 10ഉം കഴിഞ്ഞ് അള്ളാഹു ധാരാളമായി അവൻ്റെ ഇബാദുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന 10ലേക്ക് നാം പ്രവേശിച്ചു. വെള്ളിയാഴ്ച ദിവസം ഇൽമിന്റെ മജ്ലിസിൽ നാം ഇവിടെ ഒത്തൊരുമിച്ച് കൂടിയിരിക്കുന്നത് അല്ലാഹു തആല അവൻ്റെ സാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. പരലോകത്ത് നമുക്ക് എത്തുന്ന സമയത്ത് ഇതുപോലെയുള്ള കർമ്മങ്ങൾ അവയുടെ പ്രതിഫലം അല്ലാഹു തആല നൽകുന്നത് കാണുമ്പോൾ ഒരു നിമിഷം ഇൽമിന്റെ മജ്ലിസിൽ ഞാനൊന്ന് ഇരുന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്നൊരു ഘട്ടമുണ്ടാകും. അല്ലാഹു തആല അത്തരത്തിൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ ഈ റമദാനിലേക്ക് എത്താതെ അല്ലാഹു തആല അവരുടെയൊക്കെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും ബഹുമാനപ്പെട്ട മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ അവൻ്റെ നിഅമത്തിലും റഹ്മത്തിലുമായി നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ അള്ളാഹു നിർബന്ധമാക്കിയപ്പോൾ തന്നെ പറഞ്ഞു വെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്തായിരുന്നു അത്? നമ്മളെല്ലാം പല പ്രാവശ്യം കേട്ട ആയത്താണ് കുതിബ അലൈക്കുമുസ് സിയാം എന്ന് തുടങ്ങുന്ന ആയത്ത്. كما كتب على الذين من قبلكم لعلكم تتقون
അവിടെ അടിവരയിടേണ്ടതാണ്. റമളാൻ കൊണ്ട് 365 ദിവസം ഒരു വർഷമുണ്ടെങ്കിൽ 30 29 ദിവസം മാത്രം ഒരു നിശ്ചിത സമയത്തെ പരിശീലനമാണ് റമളാൻ എന്ന് പറഞ്ഞാൽ. റമളാനിലൂടെ നമ്മൾ അല്ലാഹുവിന് തഖ്വയുള്ള ആളുകളായി മാറുക, ഭയഭക്തി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കോണുകളിലും നിഴലിക്കുക, നമ്മുടെ നോട്ടത്തിലും പ്രവർത്തനത്തിലും കൈ അനക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാ സമയത്തും തഖ്വയുള്ള ഒരാളായി മാറാൻ അല്ലാഹു തആല നിർദ്ദേശിച്ച ഒരു സമയമാണ് റമളാൻ എന്ന് പറയുന്നത്. റമളാൻ ഇങ്ങനെ തീരാനിരിക്കുമ്പോ നമ്മൾക്ക് എത്രമാത്രം പുരോഗമനമുണ്ട്, അതോ അധോഗമനമാണോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ കയറിയത് ബഹുമാനപ്പെട്ട ഇബ്നു ഹിബ്ബാനും ഹാക്കിമും റഹിമഹുമുല്ലാഹ് അവർ ഉദ്ധരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ കയറുകയാണ്. ഒന്നാമത്തെ പടി കയറിയപ്പോ ആമീൻ എന്ന് പറയുന്നു. സാധാരണ മിമ്പറിൽ ഖതീബ് കയറുമ്പോൾ ആമീൻ പറയാറില്ലല്ലോ. മിമ്പറിൽ കയറി അസ്സലാമു അലൈക്കും എന്ന് പറയാറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം മിമ്പറിൽ കയറുമ്പോൾ ആമീൻ എന്ന് പറയുന്നു. അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുമ്പോൾ വീണ്ടും ആമീൻ എന്ന് പറയുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കയറുമ്പോൾ വീണ്ടും ആമീൻ എന്ന് പറയുന്നു. ആശ്ചര്യത്തോടെ സഹാബത്ത് ചോദിക്കുന്നു, നബിയേ അങ്ങെന്തിനാണ് ആമീൻ പറഞ്ഞത് നബിയേ? അതാ ഒന്നാമത്തെ സ്റ്റെപ്പിൽ കയറുമ്പോൾ നബി തങ്ങളുടെ അടുത്ത് വന്ന് ജിബ്രീൽ ദുആ ചെയ്തു, അതിനാണ് നബി തങ്ങൾ ആമീൻ പറഞ്ഞത്. രണ്ടാമത്തെ സ്റ്റെപ്പിലും മൂന്നാമത്തെ സ്റ്റെപ്പിലും. എന്നാൽ എന്തായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നാമത്തെ സ്റ്റെപ്പിൽ ദുആ ചെയ്തത്? ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്യാണ്, നബിയേ അങ്ങയുടെ പേര് പരാമർശിച്ചിട്ട് സ്വലാത്ത് ചൊല്ലാത്ത ആൾക്കാരെ കഷ്ടം ഉണ്ടാവട്ടെ എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്. ഈ ഉമ്മത്തിന് എല്ലാവിധ റഹ്മത്തും ആയിട്ട് അല്ലാഹു തആല നിയോഗിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് കാരണത്താലല്ലേ നമ്മൾ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നത്. ആ നബി തങ്ങളെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്ത ആളുകൾക്ക് കഷ്ടം തന്നെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ എന്ന് പറഞ്ഞു. ദുആ ചെയ്യുന്നത് ജിബ്രീലാണ്, ആമീൻ പറയുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടുത്തതായി ദുആ ചെയ്തത് അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. എന്താണ് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തത്? റഗിമ അൻഫു മൻ അദ്റക റമളാൻ ഫലം യുഗ്ഫർ ലഹു. റമളാൻ വന്നിട്ടും പാപമോചനത്തിന് ഭാഗ്യം കിട്ടാത്ത ആളുകളുടെ കാര്യം കഷ്ടമാവട്ടെ. വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനു മുമ്പ് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്ത മറ്റൊരു ദുആ കൂടി ഞാൻ പറയാനുണ്ട്. മാതാപിതാക്കൾ ഉണ്ടായിട്ടും അവർക്ക് നന്മ ചെയ്തു കൊടുത്ത് സ്വർഗത്തിലേക്ക് എത്താൻ ഭാഗ്യമില്ലാതെ നരകത്തിലേക്ക് പോകുന്ന ആളുകളുടെ കാര്യം വളരെ കഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ പറയുന്നു. റമളാൻ ഉണ്ടായിട്ട് നമ്മൾക്ക് മുത്തഖീങ്ങളായിട്ട് മാറാൻ ഭാഗ്യമില്ലെങ്കിൽ നമ്മളുടെ കാര്യം കഷ്ടമാണ്. വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പൊ തഖ്വ നമ്മുടെ ജീവിതത്തിൽ വരിക എന്നതാണ് റമളാൻ. നമ്മൾ ഭക്ഷണം നിയന്ത്രിക്കുന്നു, നമ്മൾ ഹറാമ് പറയുന്നില്ല, കേൾക്കുന്നില്ല, ചെയ്യുന്നില്ല, ഖുർആൻ ഓതുന്നു. ഇതൊക്കെ ചെയ്യുമ്പോ നമ്മൾ മുത്തഖീങ്ങളായി മാറും. മുത്തഖിയായാലുള്ള നേട്ടം എന്താണ്? ഇന്ന് ഖതീബ് ഖുതുബയിൽ ഓതി വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ മിസ്കി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രസിദ്ധമായ കഥ ഞാൻ ഇവിടെ പറയാനിരിക്കുകയാണ്.
ബഹുമാനപ്പെട്ട റൗദുർ റയാഹീനിന്റെ മുസന്നിഫ് ബഹുമാനപ്പെട്ട അൽ ഇമാമുൽ യാഫഈ റഹിമഹുല്ലാഹ് അവിടുത്തെ റൗദുർ റയാഹീനിലും ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗ്രന്ഥത്തിലും ഉദ്ധരിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം, അത് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ യജ്അൽ ലഹു മഖ്റജ, അല്ലാഹു തആല അവന് ഒരു പോംവഴി നൽകും. എന്ത് വിഷയത്തിൽ നിന്നും അല്ലാഹു തആല അവന് രക്ഷ നൽകും. അവന് അപകടം വരികയില്ല, അവന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല. നമ്മൾ നിസ്കരിക്കാൻ ജമാഅത്ത് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, നല്ല തഖ്വയോടെ ജീവിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് എപ്പോഴും ജമാഅത്ത് കിട്ടും. നമ്മൾ തെറ്റ് ചെയ്യാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തഖ്വ നമ്മുടെ ജീവിതത്തിൽ ഭാഗമായിട്ടുണ്ടോ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ ഉണ്ടാകും. അങ്ങനെയാണ് തഖ്വ. തഖ്വ നമ്മളുടെ ഒരു ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി ഉണ്ടായാൽ നമ്മൾക്ക് എല്ലാ വിഷയത്തിൽ നിന്നും രക്ഷയുണ്ടാകും, പോംവഴിയുണ്ടാകും. അവൻ വിചാരിക്കാത്ത വഴിക്ക് അല്ലാഹു തആല അവന് വേണ്ടതെല്ലാം കൊടുക്കുന്നതാണ്. ആരെങ്കിലും അല്ലാഹുവിന്റെ മേലിൽ ഭരമേൽപ്പിച്ചാൽ ഫഹുവ ഹസ്ബുഹു, അല്ലാഹു അവന് മതി. സൂറത്തുൽ ത്വലാഖിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നതാണ് ഇത്. ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ മിസ്കി റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം ബഹുമാനപ്പെട്ട ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ മിസ്കി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, അദ്ദേഹത്തിന് മിസ്കി എന്ന പേര് വരാൻ തന്നെ കാരണം കസ്തൂരിയുടെ വാസനയുള്ള ഒരാളായിരുന്നു ഇബ്രാഹിമുൽ മിസ്കി റളിയല്ലാഹു അൻഹു. നടക്കുമ്പോൾ ഒക്കെ കസ്തൂരി ഇങ്ങനെ മണക്കും. അപ്പൊ ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, എപ്പോഴും നിങ്ങളിൽ നിന്ന് കസ്തൂരിയുടെ സുഗന്ധമാണല്ലോ, അതിന്റെ കാരണം എന്താണ്? നിങ്ങൾ കസ്തൂരി ഇങ്ങനെ പുരട്ടി നടക്കലാണോ എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ മിസ്കി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. അപ്പൊ അവിടുന്ന് പറയുകയാണ്, വല്ലാഹി ലീ സിനീന അദീദ ലം അസ്തഅമിലിൽ മിസ്കാ, അല്ലാഹുവാണേ സത്യം, വർഷങ്ങളായിട്ട് ഞാൻ കസ്തൂരി ഉപയോഗിച്ചിട്ടില്ല. ولكن سبب ذلك أن امرأة احتالت علي حتى أدخلتني دارها ففعلت. എനിക്കിങ്ങനെ ഉണ്ടാകാനുള്ള കാരണം, ഒരിക്കൽ ഒരു സ്ത്രീ എന്നെ തന്ത്രപൂർവം അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ വാതിലുകൾ അടക്കുകയാണ്. എന്നെ പാപത്തിലേക്ക് ക്ഷണിക്കുകയാണ്. എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ ആകെ പരിഭ്രമിച്ചു പോവുകയാണ്. രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അടഞ്ഞു പോവുകയാണ്. അപ്പോൾ അല്ലാഹു തആല എൻ്റെ മനസ്സിലേക്ക് ഒരു തന്ത്രം ഉദിപ്പിച്ചു തരികയാണ്. എന്താണത്? എനിക്ക് അല്ലാഹു തആല പറയാൻ തോന്നിപ്പിക്കുന്നു. ഞാൻ പറയുകയാണ്, ഇന്നലി ഹാജതൻ ഇല ത്വഹാറ, എനിക്ക് ശൗചം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഫഅമറത് ജാരിയതൻ ലഹാ അൻ തംദിയ ബി ഇലാ ബൈത്തിർ റാഹ, അപ്പോൾ തന്നെ എന്നെ ശുചിമുറിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവൾ തന്റെ ദാസിയോട് പറയാണ്, ആ ശുചിമുറി കൊണ്ടുപോയിട്ട് വൃത്തിയായിട്ട് വരാൻ പറയൂ. അങ്ങനെ ഫലമ്മാ ദഖൽതു ബൈത്തർ റാഹ, ശുചിമുറിയിൽ പ്രവേശിച്ചിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്ന മലമ്പാരി എൻ്റെ ശരീരമാകെ പുരട്ടി. ആ അവസ്ഥയിൽ ഞാൻ എന്നിട്ട് അവളുടെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുകയാണ്. എൻ്റെ ഈ രൂപം കണ്ട അവൾ അതേ ഞെട്ടിപ്പോവുകയാണ്. എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് അതിന് കൽപ്പിക്കുകയാണ്. അങ്ങനെ ഞാൻ ഉടനെ പുറത്തുപോയി കുളിച്ചു വരികയാണ്. ഒരു സുമുഖനായ മനുഷ്യനായിരുന്നു ഇബ്രാഹിമുൽ മിസ്കി, അബൂബക്കറുൽ മിസ്കി എന്നവർ. ആ സ്ത്രീ ഒരു തന്ത്രം മെനഞ്ഞ് വസ്ത്രം വാങ്ങാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി.
അവിടുന്ന് തന്ത്രം ഒപ്പിച്ചതാണ്. അദ്ദേഹം ഇങ്ങനെ രക്ഷപ്പെടുകയാണ്. ഫലമ്മാ കാനത്തിൽ കല്ലൈല, അങ്ങനെ അന്ന് രാത്രിയായപ്പോ ഞാനൊരു സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ ഒരാൾ കാണുകയാണ്. അദ്ദേഹം എന്നോട് പറയുന്നു, മറ്റാരും ചെയ്യാത്ത ഒരു കാര്യം തഖ്വ ചെയ്തതുകൊണ്ട് നീ ചെയ്തിരിക്കുന്നു. അതിനാൽ ദുനിയാവിലും ആഖിറത്തിലും ഇഹലോകത്തും പരലോകത്തും നിന്റെ മണം ഞാൻ സുഗന്ധപൂരിതമാക്കുന്നതാണ്. ഫഅസ്ബഹ്തു വൽ മിസ്കു യഫൂഹു മിന്നീ, അന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ എന്നിൽ സുഗന്ധത്തിന്റെ കസ്തൂരിയുടെ സുഗന്ധം അടിച്ചു വീശുകയാണ്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കുന്നവന് അള്ളാഹു തആല എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പോംവഴി തരികയാണ്. ജമാഅത്ത് കൃത്യമായി നിർവഹിക്കണം. നിസ്കാരം ഖളാ ആവാതെ നിർവഹിക്കും. മുഅക്കദായ റവാത്തിബ് ഞാൻ ചൊല്ലും, നിസ്കരിക്കും. മറ്റു വിറുദുകൾ ഞാൻ ചൊല്ലും എന്നൊക്കെയുള്ള നല്ല നിയ്യത്തുണ്ടോ അതൊക്കെ അല്ലാഹു തആല സഫലമാക്കി തരുന്നതാണ്. ഞാൻ ഓതി വെച്ച ആയത്തിലേക്ക് വരികയാണ്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, നഷ്ടമില്ലാത്ത കച്ചവടത്തെ കുറിച്ചാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ എന്ത് ബിസിനസ് ചെയ്യുമ്പോഴും നഷ്ടം വരും എന്നുള്ള ഒറ്റ പേടികൊണ്ടാണല്ലോ അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത്. ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ലോസ് പ്രോബബിലിറ്റി, അതിന്റെ ലോസിനുള്ള സാധ്യത അത് കണ്ടാണ് നമ്മൾ ബിസിനസ്സിലേക്ക് ശ്രദ്ധാപൂർവം പോകുന്നത്. പലരും ബിസിനസ്സിലേക്ക് പോകാത്തത് അതുകൊണ്ടാണ്. എന്നാൽ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല പരിചയപ്പെടുത്തുന്ന ഒരു ബിസിനസ് ഉണ്ട്. ആ ബിസിനസ്സിൽ ഒരു നഷ്ടവും ഇല്ല. യർജൂന തിജാറത്തൻ ലൻ തബൂർ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുകയാണ് സൂറത്തുൽ ഫാത്തിറിലൂടെ. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور إن الذين يتلون كتاب الله അല്ലാഹുവിന്റെ പരിശുദ്ധ ഗ്രന്ഥം പാരായണം ചെയ്യുന്നവർ, വഅഖാമുസ്സലാ നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവർ, വഅൻഫഖൂ മിമ്മാ റസഖനാഹും സിർറൻ വഅലാനിയ നാം അവർക്ക് നൽകിയ സ്വത്തിൽ നിന്ന് രഹസ്യമായും പരസ്യമായും സമ്പത്ത് ചെലവഴിക്കുന്നവർ, യർജൂന തിജാറത്തൻ ലൻ തബൂർ അവർ നഷ്ടമില്ലാത്ത കച്ചവടമാണ് പ്രതീക്ഷിക്കുന്നത്. നഷ്ടമില്ലാത്ത കച്ചവടത്തിന് അല്ലാഹു തആല എണ്ണുന്ന 3 കാര്യം: ഖുർആൻ ശരിയായ വിധം ഓതുന്നവരാവുക, നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവരാവുക, സമ്പത്ത് അല്ലാഹു തന്ന സമ്പത്ത് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അല്ലാഹു തആല തന്ന സമ്പത്തിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്നവരാവുക. ചില ആൾക്കാർ പരസ്യമായി മാത്രം ചെലവഴിക്കും. മുഅ്മിനീങ്ങളുടെ പ്രത്യേകത രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചെലവഴിക്കും. കാരണം അവർ ഈ രഹസ്യമായി ചെലവഴിക്കുന്നത് മനസ്സിലാക്കുന്നുണ്ട്. അവർ ഈ രഹസ്യമാക്കുന്നത് കൊണ്ട് അവരുടെ ഉദ്ദേശം അല്ലാഹു മാത്രമാണ് എന്ന്. പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം കൊടുക്കുന്ന ആളുകളുണ്ട്. അവര് ആരും കാണാതെ വീഡിയോ എടുക്കാതെ അവരെ മുമ്പിലേക്ക് പോയാൽ അവര് പൈസ തരില്ല. ഫോട്ടോ എടുത്തില്ലെങ്കിൽ അവര് പൈസ തരില്ല. എന്നാൽ മുഅ്മിനീങ്ങളുടെ പ്രത്യേകത വഅൻഫഖൂ മിമ്മാ റസഖനാഹും സിർറൻ വഅലാനിയ രഹസ്യമായും പരസ്യമായും സമ്പത്ത് ചെലവഴിക്കുന്നവർ, യർജൂന തിജാറത്തൻ ലൻ തബൂർ അവർ നഷ്ടമില്ലാത്ത കച്ചവടമാണ് പ്രതീക്ഷിക്കുന്നത്. നഷ്ടമില്ലാത്ത കച്ചവടമാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം നമ്മളിവിടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പള്ളിയിൽ ഇരിക്കുന്ന ആൾക്കാർ ഇഅ്തികാഫ് കരുതുമ്പോ റമദാനിൽ ഒരു സുന്നത്തിന് ഫർദിന്റെ കൂലിയാണ്.
ഇഅ്തികാഫ് ഇവിടെ ഓരോരുത്തരും ഓരോ നിമിഷവും ചെയ്യുമ്പോൾ അതൊക്കെ ഓരോ ഫർദിന്റെ കൂലിയായി മാറുകയാണ്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, നഷ്ടമില്ല. ആഖിറത്തിൽ എന്തായാലും കിട്ടും. അങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. യർജൂന തിജാറത്തൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടപ്പെടാത്ത കച്ചവടമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമ്മൾക്ക് ഇവിടെ നമ്മൾ ചെയ്യുന്ന എല്ലാ അധ്വാനങ്ങൾക്കും ഫലം ഉണ്ടാകണമെങ്കിൽ ഒന്നാമതായി വേണ്ട സംഗതി ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൻ നൂറിൽ എന്താണ് ഖുർആൻ പറയുന്നത്? വല്ലദീന കഫറൂ അഅമാലുഹും കസറാബിൻ ബിഖീഅത്തിൻ യഹ്സബുഹുൽ ളംആനു മാആ حتى إذا جاءه لم يجده شيئا ووجد الله عنده فوفاه حسابه والله سريع الحساب. والذين كفروا أعمالهم, സത്യനിഷേധികളുടെ ഈമാനില്ലാത്തവരുടെ കർമ്മങ്ങൾ കസറാബിൻ ബിഖീഅത്തിൻ യഹ്സബുഹുൽ ളംആനു മാആ, അത് മരുഭൂമിയുടെ മരീചിക പോലെയാണ്. ദാഹിച്ചിരിക്കുന്നവൻ അത് വെള്ളമാണെന്ന് വിചാരിക്കുന്നു. മരുഭൂമിയിൽ ദാഹിച്ച് വലഞ്ഞു നടക്കുന്ന ഒരാൾ അങ്ങകലെ ദൂരത്തൊരു വെള്ളം കാണുകയാണ്. അയാൾ വിചാരിക്കുന്നു ഇത് വെള്ളമാണെന്ന്. ഓടി 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 അയാൾ അതിൻ്റെ അടുത്തേക്ക് എത്തുന്നു. എന്നാൽ حتى إذا جاءه لم يجده شيئا, എന്നാൽ അയാൾ അവിടെ അതിനടുത്തെത്തുന്ന സമയത്ത് അതൊന്നുമല്ലെന്ന് അവൻ മനസ്സിലാക്കുകയാണ്. ദൂരെ നിന്ന് കണ്ടപ്പോ വെള്ളമാണെന്ന് തോന്നിയതുപോലെ അല്ലാഹുവിനെ അവൻ അവിടെ കാണുകയാണ്. അല്ലാഹു അവന്റെ കണക്ക് പൂർത്തിയായി അങ്ങ് കൊടുക്കുകയാണ്, തികച്ചു കൊടുക്കുകയാണ്. വല്ലാഹു സരീഉൽ ഹിസാബ്. അല്ലാഹു തആല കണക്ക് അതിവേഗം പരിശോധിക്കുന്ന ആളാണ്. എന്താണ് ഇവിടെ പറഞ്ഞത്? ഈമാനില്ലാത്തവരുടെ കർമ്മം ആഖിറത്തിൽ വരുന്ന സമയത്ത് അത് മരീചിക പോലെയാണ്. ഉണ്ടെന്ന് വിചാരിച്ചു വരും, ഒന്നും ഉണ്ടാവുകയില്ല. ഒരാൾ മുഅ്മിനായിട്ട് ജീവിച്ച് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു നിമിഷം അയാൾ ഈമാനിൽ നിന്ന് പുറത്തുപോയാൽ അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഒരു നിമിഷം അയാൾ ഈമാന്റെ പുറത്തു പോയാൽ അയാളുടെ ഇത്രകാലമുള്ള എല്ലാ അമലും പൊളിഞ്ഞുപോയി, അക്കൗണ്ട് സീറോ ആയി. ഇത്രകാലം പള്ളിയിൽ വന്നത് പോയി, ഇത്രകാലം നിസ്കരിച്ചത് പോയി, എല്ലാ അമലും പുറത്തുപോയി. ഇനി അയാൾ ഈമാനിലേക്ക് മടങ്ങി വന്നാൽ പോലും കൂലി മൊത്തം പോയി. ഈമാനിക്ക് തിരിച്ചു വന്നാലും കൂലി പോയി, കൂലി ഒന്നുമില്ല, അക്കൗണ്ട് സീറോ ആയി. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ് ഇമാമിന്റെ അഭിപ്രായം അനുസരിച്ച് മടങ്ങി വന്ന ആൾ, ഇത്രകാലം ഈമാന്റെ പുറത്തു പോയിട്ട് മടങ്ങി വന്ന ആള് ഇപ്പൊ ഒരു മാസമാണ് ഈമാന്റെ പുറത്തു പോയതെങ്കിൽ ആ ഈമാനിന്റെ പുറത്തുപോയ കാലത്തത് മാത്രം മടക്കിയാ പോരാ. നിസ്കാരം നോമ്പും പിന്നെ എന്തു വേണോ? ഇത്ര കാലം ഉള്ള എല്ലാ നിസ്കാരവും നിസ്കരിക്കണം എന്നാണ് അബൂ ഹനീഫ് ഇമാം പറയുന്നത്. ശാഫിഈ ഇമാം പറയുന്നത് മടക്കേണ്ടതില്ലെങ്കിലും കൂലിയൊക്കെ പോയി, കൂലി മുഴുവൻ പോയി. കൂലി പോയി എന്ന വിഷയത്തിൽ പണ്ഡിതന്മാരുടെ തർക്കമേ ഇല്ല. ഈമാനിൽ നിന്ന് ഒരു നിമിഷം പുറത്തു പോയാൽ ഇത്ര കാലം നമ്മൾ ഉണ്ടാക്കി വെച്ച അക്കൗണ്ട് സീറോ ആയി. മരിക്കുമ്പോൾ കാഫിറായിട്ട് മരിച്ചാൽ പിന്നെ നരകത്തിൽ സ്ഥിരമാണ്. എന്നാൽ ഈമാനിന്റെ പുറത്തു പോയി അകത്തേക്ക് വന്നാൽ അവൻ മുഅ്മിനായിട്ട് തന്നെ മരിക്കാം. പക്ഷേ അവന്റെ ഇത്രകാലം ചെയ്ത അമൽ സീറോ ആയി. കാഫിരീങ്ങൾ ആഖിറത്തിലെത്തുമ്പോൾ എനിക്ക് കുറെ അമലുണ്ട് എന്ന് വിചാരിച്ചു വരും. ഞാൻ കുറെ പാവപ്പെട്ടവരെ സഹായിച്ചു, നിഷ്കളങ്കമായി സഹായിച്ചത് തന്നെ ആയിരിക്കാം. പക്ഷെ ആഖിറത്തിൽ അവർക്ക് കൂലിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ലാഹു തആല ഈമാന് ഇല്ലാതെ മരിക്കാൻ തീരുമാനിച്ച ആളുകൾക്ക് അവർ ചെയ്യുന്ന നന്മയ്ക്ക് വേണ്ടത് ഈ ദുനിയാവിൽ വെച്ച് തന്നെ കൊടുക്കും. ഈമാനില്ലാതെ മരിക്കുന്ന ആളുകൾ അവർക്ക് വേണ്ട കൂലി
അവർ ചെയ്ത നന്മക്കുള്ള കൂലി അല്ലാഹു തആല ഇവിടെ തന്നെ കൊടുക്കും. അയാൾ ഒരു പാവപ്പെട്ട ഒരാളെ സഹായിച്ചാൽ അയാൾക്ക് ഒരു ഘട്ടം അല്ലാഹു തആല ചിലപ്പോൾ കൊടുത്തിട്ട് അയാൾ തിരിച്ചു സഹായിക്കും. അയാൾക്ക് കിട്ടി. ആഖിറത്തിലുള്ള കൂലി കിട്ടൂല. ആഖിറത്തിലുള്ള കൂലി എന്താ? 2 റക്അത്ത് നിസ്കരിച്ചാൽ 10 ഹസനത്ത്, ഏറ്റവും ചുരുങ്ങിയത് റമദാൻ അല്ലെങ്കിലും ഉണ്ടാകും. ഒരു നന്മക്ക് 10 ഹസനത്ത് കൂലിയുണ്ട്. ഒരു തിന്മക്ക് ഒരു ശിക്ഷയേ ഉള്ളെങ്കിൽ ഒരു നന്മക്ക് 10 ഹസനത്ത് കൂലി ചുരുങ്ങിയതുണ്ട്. റമദാൻ ആണെങ്കിൽ അത് 70 മുതൽ 700 വരെ ഉണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 70 ഉണ്ട്. അതുകൊണ്ടാണ് ഒരു സുന്നത്തിന് ഒരു ഫർദിന്റെ കൂലി എന്ന് പറയുന്നത്. കാരണം ഒരു സുന്നത്തും ഫർദും തമ്മിൽ 70 മടങ്ങ് വ്യത്യാസമുണ്ട്. അപ്പൊ ഒരു സുന്നത്തിന് അതിന്റെ 70 പ്രാവശ്യം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ കിട്ടുന്ന കൂലി സുബ്ഹി നിസ്കരിച്ചാൽ കിട്ടും. കാരണം സുബ്ഹി ഫർദാണ്. അപ്പൊ പിന്നെ സുന്നത്തും കൂടി നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിനോട് ഭയങ്കര അടുത്തുകൊണ്ടിരിക്കുകയാണ്. സുന്നത്തും ഫർദും നിസ്കരിക്കുന്നു, സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യുന്നു. എന്നാൽ ഈമാനില്ലാത്ത വ്യക്തി അയാൾ ചെയ്യുന്ന എന്ത് നന്മകൾ ഉണ്ടെങ്കിലും ആ നന്മക്ക് വേണ്ടത് അള്ളാഹു ഇവിടെ കൊടുത്ത് അയാൾ ഒഴിവാക്കിയിട്ട് ആഖിറത്തിൽ അയാൾ വലിയ പ്രതീക്ഷയോടെ വരും. മുഅ്മിനീങ്ങൾ അവരുടെ കൂലികൾ കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെ വരുമ്പോ ഇയാളും പ്രതീക്ഷയോടെ വരുമ്പോ അള്ളാഹു അയാളെ തട്ടുകയാണ്. അയാൾക്ക് വേണ്ടത് അങ്ങ് പൂർത്തിയായി കൊടുക്കുകയാണ്. നീ കാഫിറായി അല്ലേ മരിച്ചത്. അപ്പോ ഒന്നാമത്തെ സംഗതി, നഷ്ടമില്ലാത്ത കച്ചവടത്തിന് ഒന്നാമത്തെ സംഗതി ഈമാൻ വേണം. ഈമാനോട് ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമേ അല്ലാഹു സ്വീകരിക്കുള്ളൂ. മുഅ്മിനായിട്ട് അല്ലാഹു തആല നമ്മളെയൊക്കെ മരിപ്പിക്കട്ടെ. ആഖിബത്ത് നന്നായി മരിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഒരു നിമിഷം പോലും ഈമാനിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു ഗതികേട് അല്ലാഹു നമ്മൾക്ക് തരാതിരിക്കട്ടെ. 60 വർഷം ജീവിച്ച ഒരാൾ ഒരു നിമിഷം, ഒരു സെക്കൻഡ് ഈമാന്റെ പുറത്തു പോയി അകത്ത് വന്ന അയാളുടെ എല്ലാ അമലും പൊളിഞ്ഞില്ലേ, 0 ആയില്ലേ. അത് നമ്മൾ ശ്രദ്ധിക്കണ്ടേ. ഈമാനിനെതിരെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അല്ലാഹു തആല പഠിപ്പിച്ച ഈ സംഗതി നമ്മൾ വളരെ കൃത്യമായി ഉൾക്കൊള്ളണം. നിരന്തരം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി ഒരു നിമിഷം പോലും ഈമാനില്ലാതെ ജീവിക്കാതെ പൂർണ്ണമായും ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അപ്പം ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ദുനിയാവ് ഒരു ബിസിനസ്സാണ്. മുഅ്മിനീങ്ങൾക്ക് ഒരു ബിസിനസ്സാണ് ദുനിയാവ്. നഷ്ടമില്ലാത്ത ബിസിനസ്. ലാഭമുണ്ട്, അത് ആഖിറത്തിൽ കിട്ടും. അതിലെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സ്വത്ത് എന്താണ്? നമ്മുടെ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ ഇത്തികാഫിരിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിസ്കാരം ഇൻവെസ്റ്റ്മെന്റ് ആണ്. സമ്പത്ത് കൊടുക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിങ്ങൾക്കറിയോ, മുഅ്മിനീങ്ങൾ കൊടുക്കുന്ന സമ്പത്ത് കൊടുക്കുന്നതിനെ കുറിച്ച് ഖുർആൻ പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഖുർആൻ പറയാണ്, മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ വല്ലാഹു യുളാഇഫു ലിമൻ യശാ വല്ലാഹു വസിഉൻ അലീം. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയിൽ സമ്പത്ത് ചെലവഴിക്കുന്നവർ, പാവപ്പെട്ടവരെ സഹായിക്കുന്നു അല്ലാഹുവിന് വേണ്ടി. ഇങ്ങനെയെല്ലാം സമ്പത്ത് സഹായിക്കുന്നവർ കമസലി ഹബ്ബത്തിൻ, അവർ ചെയ്യുന്നവരുടെ അവരുടെ സമ്പത്തിന്റെ ഉപമ ഏതുപോലെയാണ്? കമസലി ഹബ്ബത്തിൻ, ഒരു ധാന്യമണിയെ പോലെയാണ്. അംബതത് സബ്അ സനാബില, അത് 7 കതിരുകളെ മുളപ്പിച്ചിരിക്കുന്നു. ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, ഓരോ കതിരിലും 100 ധാന്യമണികളുണ്ട്. ഒരു ധാന്യമണി, അതിന് 7 കതിരുകളുണ്ടായി. ഓരോ കതിരിലും 100 ധാന്യമണികളുണ്ടായി. ഒരു ധാന്യമണി 700 ധാന്യമണികളായി മാറി.
ഇങ്ങനെയാണ് ഒരു മുഅ്മിനിന്റെ സ്വതക്ക. നിങ്ങൾ 10 രൂപ കൊടുത്താൽ ഇൻറ്റു 700 അടിച്ചോ, ആഖിറത്തിൽ നിങ്ങൾക്ക് കിട്ടും. അല്ലാഹു തആല പറയാണ്, അത് അല്ലാഹു കുറവാണോ? അല്ലാഹുവിന്റെ ഖജനാവ് കുറവാണോ? അല്ല, വല്ലാഹു യുദാഇഫു ലിമൻ യശാ. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു ഇരട്ടി ഇരട്ടി ഇരട്ടിയായി കൊടുക്കുന്നതാണ്. വല്ലാഹു വസിഉൻ അലീം. അല്ലാഹു തആല നന്നായി വിശാലത ചെയ്യുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ മുഅ്മിനീങ്ങളുടെ ജീവിതം നഷ്ടമില്ലാത്ത കച്ചവടമാണ് അവരാഗ്രഹിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം വേണ്ടത്. ആഖിറത്തിലെത്തുന്ന സമയത്ത് പറയുമത്രേ, യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. ഖുർആൻ പറയാണ് സൂറത്തുൽ ഫജ്റിൽ, യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. എൻ്റെ കഷ്ടമേ, ഞാൻ എൻ്റെ ഈ യഥാർത്ഥ ജീവിതത്തിനായി ഞാൻ മുൻകൂട്ടി വല്ലതും ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. ഈ യഥാർത്ഥ ജീവിതത്തിൽ എന്നാണ് അയാൾ അവിടെ വെച്ച് പറയുന്നത്. യാ ലൈതനി ഖദ്ദംതു ലിഹയാതി. എൻ്റെ യഥാർത്ഥ ജീവിതത്തിന് ഞാൻ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായേനെ. അയാൾക്ക് ബോധ്യപ്പെടുകയാണ് ഇത് മരിക്കാത്ത കാലാകാലമുള്ള കോടാനക്കോടി വർഷമുള്ള ജീവിതമാണ്. നമ്മളിവിടെ ജീവിക്കുന്നത് ആകെ 60 വർഷമോ 70 വർഷമൊക്കെ അല്ലേ. ഈ 70 വർഷമാണ് എത്രയോ ലക്ഷങ്ങൾ വർഷത്തിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു നന്മക്ക് എത്രയോ കൂലി അള്ളാഹു കൊടുക്കും. ഒരു നന്മ, ചെറിയൊരു നന്മ ചെയ്താൽ തന്നെ അള്ളാഹു വലിയ കൂലി കൊടുക്കും. കാരണം ഇവിടെ ചെറിയ ഷോർട്ട് സ്പാനാണ്. ആഖിറോ വിശാലമായ സമയമാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള കൂലി അള്ളാഹു തആല കൊടുക്കും. അപ്പൊ അയാൾ അവിടുന്ന് പറയും, എൻ്റെ ഈ സമയങ്ങളൊക്കെ ഞാൻ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ, യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, ഞാൻ എൻ്റെ ഈ യഥാർത്ഥ ജീവിതത്തിന് വേണ്ടി നേരത്തെ വല്ലതും ചെയ്തു വെച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. ഖുർആൻ പറയുകയാണ്, മൻ കാന യുരീദു ഹർസൽ ആഖിറതി നസിദ് ലഹു ഫീ ഹർസിഹി. ആരെങ്കിലും പരലോകത്തെ വിളവാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവന് നമ്മൾ അവന്റെ വിളവിൽ വർധനവ് കൊടുക്കുകയാണ്. ആഖിറത്തിൽ പ്രതിഫലം നന്നായി ലഭിക്കണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു വലിയ പ്രതിഫലം കൊടുക്കുകയാണ്. ഖുർആൻ നമ്മുടെ ജീവിതത്തെ പരിചയപ്പെടുത്തുന്നത് ഒരു യാത്രയായിട്ടാണ്. ഖുർആൻ നമ്മുടെ ജീവിതം പരിചയപ്പെടുത്തുന്ന ഒരു യാത്രയായിട്ടാണ്. ഖുർആൻ പറയുന്നു, നോക്കൂ, വതസവ്വദു, നിങ്ങൾ യാത്രക്കായി വിഭവങ്ങൾ ഒരുക്കി വെക്കണം. വതസവ്വദു, നിങ്ങൾ യാത്രക്കായിട്ട് നിങ്ങളുടെ വിഭവങ്ങൾ ഒരുക്കി വെക്കണം. ഒരു യാത്ര പോകുന്ന സമയത്ത് നമ്മുടെ അടുത്ത് കുറെ വിഭവങ്ങൾ ഉണ്ടാവില്ലേ? കുറെ കാര്യങ്ങൾ കയ്യിൽ കരുതിയല്ലേ യാത്ര പോകുന്നത്. അതുപോലെ നിങ്ങൾ യാത്രയ്ക്ക് വേണ്ടി വിഭവങ്ങൾ കരുതി വെക്കണം. ഫഇന്ന ഖൈറസ്സാദി തഖ്വാ, നിങ്ങൾക്ക് ഏറ്റവും നല്ല ഇങ്ങനെയുള്ള വിഭവം, സൂക്ഷിക്കാൻ പറ്റിയ വിഭവം, കരുതി വെക്കാൻ പറ്റിയ മൂലധനം എന്ന് പറയുന്നത് അത്തഖ്വാ, അത് തഖ്വയാണ്. വത്തഖൂനി യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ നിങ്ങൾ എന്നെ തഖ്വ ചെയ്യണേ. ബുദ്ധിയുള്ളവരോട് ഖുർആൻ പറയുകയാണ്, കാര്യങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളുന്നവരോട് ഖുർആൻ പറയുകയാണ്, നിങ്ങൾ എന്നെ തഖ്വ ചെയ്യണേ. നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾക്ക് കാണാനുള്ള സ്വത്ത് നിങ്ങൾ ഉണ്ടാക്കി വെക്കണേ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ 2 തോളിങ്ങനെ പിടിച്ചിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. മോനെ ഇബ്നു ഉമറേ, നീ ദുനിയാവിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണ്? കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ്, നീ ഒരു പരദേശിയെ പോലെ, ഒരു വിദേശിയെ പോലെയാണ് ദുനിയാവിൽ ജീവിക്കേണ്ടത്. നീ ദുനിയാവിൽ സ്വദേശത്തെ പോലെ ജീവിക്കണം, വിദേശത്തെ പോലെ ജീവിക്കണം. എന്താ സ്വദേശവും വിദേശവും തമ്മിലുള്ള വ്യത്യാസം? ഇവിടുന്ന് കുറെ ആളുകള് ഗൾഫിലേക്ക് പോയി. 2 ആൾക്കാരെ നമ്മൾക്ക് കണക്കാക്കാം. ഒരാൾ ഗൾഫിലേക്ക് പോയി, അയാൾ ഗൾഫിൽ പോയിട്ട് അവിടെ സ്വദേശാക്കി.
അങ്ങനെ അയാൾ അവിടെ വലിയ കച്ചവടമൊക്കെ തുടങ്ങി നല്ല ലാഭമാണ്. ലാഭം കിട്ടുന്നത് അടുത്ത കച്ചവടത്തിലേക്ക് ഇറക്കി വീണ്ടും വീണ്ടും കച്ചവടം വലുതാക്കി അവിടെ ധാരാളം ഫ്ലാറ്റുകൾ ഉണ്ടാക്കി. മറ്റേ ആൾ അങ്ങോട്ട് പോയി അവിടെ നിന്ന് കിട്ടുന്ന ലാഭങ്ങളൊക്കെ ഇങ്ങോട്ട് അയച്ചു കൊടുത്തു, വീട്ടുകാർക്ക് അയച്ചു കൊടുത്തു. സ്വദേശിയാക്കിയ ആളും വിദേശിയാക്കിയ ആളും വ്യത്യാസമാണ്. വിദേശി നാട്ടിലേക്ക് അയച്ചു കൊടുത്തു, സ്വദേശിയാക്കിയ ആൾ അവിടെ ഫുള്ള് ഇൻവെസ്റ്റ് ചെയ്തു. പെട്ടെന്ന് നിതാഖാത്ത് വന്നപ്പോ അവിടെ നിൽക്കാൻ പറ്റില്ല, പെട്ടെന്ന് പോരണം, മരണം വരൂലേ. എവിടുന്നാ മരണം വരാ പറയാൻ പറ്റുമോ? പെട്ടെന്ന് അങ്ങ് നിതാഖാത്ത് വന്നു. അയാളെ രണ്ടാളും തിരിച്ചു വരേണ്ടി വന്ന സമയത്ത്, ഒരാൾ വരുന്ന സമയത്ത് കുടുംബക്കാരൊക്കെ അയാളെ വലിയ കാറൊക്കെ എടുത്ത് സ്വീകരിച്ച് അയാളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നു. മറ്റേ ആളുടെ ഒന്നുമില്ല. അയാൾ വന്ന് ടാക്സി പോലും വിളിക്കാൻ അയാളെ കയ്യിൽ പണമില്ല. അയാൾ ഇങ്ങോട്ട് വരുന്നത് തന്നെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടുകൊണ്ടാണ്. അയാളെ സ്വീകരിച്ചു കൊണ്ടുപോകാൻ ആരുമില്ല. കണ്ടില്ലേ വ്യത്യാസം? നീ ദുനിയാവിൽ ജീവിക്കേണ്ടത് പരദേശിയെ പോലെയാണ്, വിദേശിയെ പോലെയാണ്, സ്വദേശിയെ പോലെയല്ല. ഇത് നിന്റെ സ്വദേശമേ അല്ല. നിന്റെ ജീവിതം, യഥാർത്ഥ ജീവിതം അത് അവിടെയാണ്. അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കമാണ് നിനക്ക് വേണ്ടത്. പിന്നെ റസൂലുള്ളാഹി പറഞ്ഞു, ആബിറു സബീൽ, അതല്ലെങ്കിൽ നീ ജീവിക്കേണ്ടത് ആബിറു സബീൽ, ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്. വഴിയാത്രക്കാരൻ പോകുമ്പോ ചരക്കുകളൊക്കെ എടുത്തു വെച്ച് 2 മിനിറ്റ് ഉറങ്ങാൻ വേണ്ടി, റെസ്റ്റ് എടുക്കാൻ വേണ്ടി മരത്തിന്റെ ചോട്ട് തണലിന് വേണ്ടി ഇരിക്കുന്നത് പോലെയാണ് ഈ ദുനിയാവെന്ന് പറയുന്നത്. നമ്മുടെ വലിയ യാത്രയിലാണ്. ആലമുൽ അർവാഹിൽ നിന്ന് ഉമ്മയുടെ വയറ്റിലൂടെ ഈ ദുനിയാവിലെ കുറഞ്ഞ വർഷങ്ങളുള്ള ജീവിതത്തിലേക്ക് വന്നു. ഇവിടെ നിന്ന് നമ്മൾ ചരക്കുകളൊക്കെ എടുത്ത് നമ്മൾ എത്ര അധ്വാനങ്ങൾ നടത്തിയ ആ അധ്വാനങ്ങളോടുകൂടെ ആഖിറത്തിലേക്ക് പോകും. ഇവിടെ നമ്മൾ കാലാകാലം ജീവിക്കേണ്ടവരാണെന്ന ബോധത്തിൽ ജീവിക്കാൻ പാടില്ല. മരത്തിന്റെ തണലിലുറങ്ങുന്ന ആൾ, അവിടെ അയാൾ എല്ലാ സാധനങ്ങളും വെച്ച് അയാൾ അത് ശാശ്വതമായി മനസ്സിലാക്കാത്തതുപോലെ ഈ ദുനിയാവ് നമ്മൾക്ക് ശാശ്വതമായി മനസ്സിലാക്കാനുള്ളതല്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, നീ പ്രഭാതമായാൽ പ്രദോഷം കാത്തിരിക്കരുത്, പ്രദോഷമായാൽ പ്രഭാതം കാത്തിരിക്കരുത്. നിന്റെ സമയം പെട്ടെന്ന് കഴിഞ്ഞു പോകുമെന്ന ചിന്ത നിനക്കുണ്ടാകണം. ഇങ്ങനെ അല്ലാഹു തആല നമ്മളോട് യഥാർത്ഥ ജീവിതം എങ്ങനെയാകണം, എന്താകണം നമ്മളുടെ കൃത്യമായ ബോധം, എന്താണ് നമ്മുടെ ജീവിതം, നഷ്ടമില്ലാത്ത കച്ചവടമാണ് നമ്മളുടെ ജീവിതമെന്ന് അല്ലാഹു തആല ഈ സൂറത്തിലൂടെ പഠിപ്പിച്ചു തരുന്നു. ഇതിൽ ഒന്നാമതായി പറഞ്ഞത് ഖുർആൻ ഓതുന്നവരെ കുറിച്ചാണ്. റമളാൻ മാസത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഖുർആൻ ഓതുക. കാരണം ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതീർണമായ മാസം എന്നാണ് റമളാൻ മാസത്തെ കുറിച്ച് പറഞ്ഞത്. റമളാൻ മാസത്തിന്റെ പ്രത്യേകത അത് ഖുർആൻ അവതീർണമായ മാസമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഖുർആനിന്റെ ആനിവേഴ്സറിയാണ് റമളാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയത്തുമ്പോൾ നമ്മൾ ആഘോഷിക്കും റബീഉൽ അവ്വൽ എന്നതുപോലെ ഖുർആൻ അവതീർണമായ മാസം ഖുർആൻ ആഘോഷിക്കണം. ഖുർആൻ എങ്ങനെയാണ് ആഘോഷിക്കുക? ഖുർആൻ നന്നായി ഓതണം. നോമ്പ് നോറ്റ്, പകൽ നോമ്പ് നോറ്റ് ഖുർആൻ ഓതും, രാത്രി നിന്ന് നിസ്കരിച്ച് ഖുർആൻ ഓതും. പരലോകത്തെത്തുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ബൈഹഖി ഇമാം അവിടുത്തെ ശുഅബുൽ ഈമാനിൽ ഉദ്ധരിച്ചൊരു ഹദീസ് കാണാം. പരലോകത്തുന്ന സമയത്ത് ഒരടിമക്ക് വേണ്ടി നോമ്പും അതുപോലെ തന്നെ ഖുർആനും ശുപാർശ ചെയ്യാൻ വരുന്നതാണ്. യഖൂലു സിയാം, നോമ്പ് പറയുമത്രേ, ഐ റബ്ബ്, എൻ്റെ റബ്ബേ, ഇന്നി മനഅതുഹു ത്വആമ വശഹവാതി ബിന്നഹാർ, പകൽ സമയത്ത് അദ്ദേഹത്തിന് സുഖാസ്വാദനങ്ങൾ എടുക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ തടഞ്ഞു വെച്ചത് ഞാനാണ്, ഞാൻ കാരണമാണല്ലോ. അതുകൊണ്ട് ഫശഫ്ഇനി ഫീഹി, അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഞാൻ ശുപാർശ ചെയ്യുകയാണ് റബ്ബേ, ആ ശുപാർശ നീ സ്വീകരിക്കണേ റബ്ബേ. ഖുർആൻ പറയുകയാണ്, മനഅതുഹുൻ നൗമ ബില്ലൈൽ, രാത്രി ഞാൻ അദ്ദേഹത്തിന് നിന്ന് ഖുർആൻ ഓതുന്നത് കൊണ്ട്
കൊടുക്കുന്നത് ഞാൻ തടഞ്ഞു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഫശഫ്ഇനി ഫീ, എന്റെ ശുപാർശയും നീ സ്വീകരിക്കണേ റബ്ബേ. കണ്ടോ, രാത്രി നന്നായി ഖുർആൻ ഓതുന്നു. രാത്രി ഖുർആൻ ഓതുന്ന ആൾക്കാർക്ക് ഖുർആൻ ശഫാഅത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുർആൻ അഭിസംബോധന ചെയ്യുന്നത് നോക്കൂ. യാ അയ്യുഹൽ മുസ്സമ്മിലു ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വ അഖ്വമു ഖീലാ. നബി തങ്ങളോട് പറയുന്നുവെങ്കിലും പുതപ്പിനുള്ളിൽ സുഖനിദ്രയോടെ ഉറങ്ങുന്ന നമ്മളെയെല്ലാം ഖുർആൻ വിളിക്കുകയാണ്. ഓ ഉറങ്ങുന്നവനെ, നീ പുതപ്പ് മാറ്റി ഖുമിൽ ലൈല, എഴുന്നേൽക്ക്. ഖുമിൽ ലൈല ഇല്ലാ ഖലീല, രാത്രി നീ നിന്ന് നിസ്കരിക്ക്, അല്പനേരം ഒഴിച്ച്. അത് നമുക്ക് റമദാനിൽ കിട്ടും. റമദാനിൽ തഹജ്ജുദ് നിസ്കാരം, വിത്ർ നിസ്കാരം, അത്താഴത്തിന് എഴുന്നേറ്റിട്ട് പിന്നെയും നമ്മൾ തഹജ്ജുദ് നിസ്കാരം, തറാവീഹ് നിസ്കാരം ഒക്കെ നമ്മൾക്കുണ്ടല്ലോ. എന്നിട്ട് ഖുർആൻ പറയുന്നു ഔസിദ് അലൈഹി, നിങ്ങൾക്ക് അധികരിപ്പിക്കണം, അല്ലെങ്കിൽ നന്നായി അധികരിപ്പിച്ച് നിസ്കരിക്കണം നബിയെ. വറത്തിലിൽ ഖുർആന തർതീലാ, ഖുർആൻ വളരെ വേഗത്തിൽ ഓതുക എന്നതല്ല പ്രധാനം. അക്ഷരങ്ങൾ വ്യക്തമായി അർത്ഥങ്ങൾ ചിന്തിച്ചുകൊണ്ട് സാവധാനം ഓതണം. വറത്തിലിൽ ഖുർആന തർതീലാ. അപ്പൊ ഓരോ അക്ഷരവും നല്ല ടോപ്പായിട്ട് ഓതും. അങ്ങനെ ഓതുമ്പോൾ നല്ല കൂലി കിട്ടും. ഖുർആൻ അടിച്ചു മിന്നി തീർക്കലല്ല, ഖുർആൻ വളരെ മനോഹരമായി ഓതണം. ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വ അഖ്വമു ഖീലാ. രാത്രിയുള്ള നിസ്കാരം എന്ന് പറയുന്നത് നിശാ നിസ്കാരം. ഹിയ അശദ്ദു വത്അൻ, അത് ഭയങ്കര സ്വാധീനമാണ് നബിയേ. അത് നമ്മളെ മനസ്സിലങ്ങ് നന്നായി പതിയും. അത് ഹൃദയവും നാവും നമ്മുടെ ഹൃദയവും തമ്മിൽ നന്നായി യോജിക്കാൻ കാരണമാണ് രാത്രി നമ്മൾ നിന്ന് നിസ്കരിച്ച് ഓതുക എന്ന് പറയുന്നത്. സൂറത്തുൽ മുസമ്മിൽ പറയാണ്. ഖുർആൻ ഓതുന്ന സമയത്ത് എങ്ങനെയാ ഓതേണ്ടത്? സൂറത്തുൽ അംഫാലിൽ അല്ലാഹു പരിചയപ്പെടുത്തുന്നു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. മുഅ്മിനീങ്ങൾ എങ്ങനെയുള്ളവരാണ്? അവർ അല്ലാഹുവിനെ പരാമർശിക്കപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയം ഭയവിഹ്വലമാവുകയാണ്, പേടിക്കുകയാണ്. അല്ലാഹുവിനെ പേടിച്ച് അവരുടെ ഹൃദയം ഇങ്ങനെ വിറകൊള്ളുകയാണ്. അല്ലാഹുവിനെ ഭയങ്കര ഭയഭക്തിയോടെയാണ് ഖുർആൻ ഓതേണ്ടത്. ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. അങ്ങനെ അല്ലാഹുവിനെ പേടിച്ച് ഖുർആൻ ഓതുന്ന സമയത്ത്, അല്ലാഹുവിനെ നന്നായി സ്മരിക്കുന്ന സമയത്ത് അവരുടെ ഹൃദയത്തിന് ശാന്തി വരികയാണ്, സമാധാനം വരികയാണ്. അപ്പൊ പിന്നെ എന്താ നമ്മൾ ഖുർആൻ ഓതുമ്പോ നമ്മൾക്ക് ആവേശം കിട്ടാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ ഖുർആൻ ഓതുമ്പോൾ നമ്മൾക്ക് ആവേശം കിട്ടുന്നില്ല. സ്വഹാബത്തൊക്കെ കരയാണ്. സിദ്ദീഖ് റളിയല്ലാഹു ഖുർആൻ ഓതിയാൽ അങ്ങ് പൊട്ടിക്കരഞ്ഞ് ഖുർആൻ ഓതുന്നത് കേൾക്കാൻ പല ആളുകൾ അവിടെ ഒരുമിച്ച് കൂടും. സിദ്ദീഖ് റളിയല്ലാഹു ഖുർആൻ അങ്ങനെയാണ്. നമ്മൾ ഓതുമ്പോൾ എന്താ അത് കിട്ടാത്തത്? അത് ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുമിനൂൻ. അതേ, ശരിയായ ഈമാനില്ലാതിരിക്കുന്ന സമയത്ത് ഉപദേശം കൃത്യമായി ഫലിക്കുകയില്ല. എന്നിട്ട് പറയുകയാണ്, ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അല്ലാഹു അവരുടെ ഹൃദയങ്ങളുടെ മേലിൽ മൂടി വെക്കുകയാണ്. വഅലാ സമഇഹിം, കാതുകൾക്കും, വഅലാ അബ്സാരിഹിം, കാഴ്ചകൾക്കും അല്ലാഹു തആല ഖിശാവ മൂടി വെക്കുകയാണ്.
വലഹും അദാബുൻ അദീം. അപ്പോ ഖുർആൻ ഓതുന്നത് നമ്മളെ മനസ്സിലേക്ക് കയറൂല. തെറ്റ് ചെയ്ത് ശീലിച്ചാൽ നമ്മളെ മനസ്സിലേക്ക് ഖുർആൻ കയറൂല. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവരുടെ പ്രവർത്തനങ്ങൾ കാരണം അവരുടെ ഹൃദയത്തിന് അതേ ഇതൊന്നും കയറാത്ത അവസ്ഥ വരികയാണ്. അപ്പോ ഞാൻ നേരത്തെ ഓതിയ ബൈത്ത് കൂടി പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കാം. കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. നമ്മുടെ ഹൃദയം നന്നായി ശുദ്ധിയാക്കണം. ഖുർആൻ ഓതണം, ഹൃദയം ശുദ്ധിയാകണം. തഖ്വാദാണല്ലോ. റമദാൻ കഴിയാനിരിക്കുകയാണല്ലോ. റമദാൻ കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് തഖ്വ വരാൻ വേണ്ട കാര്യങ്ങൾ ഈ റമദാനിൽ ധാരാളമുണ്ട്. ഹൃദയം ശുദ്ധിയാകാൻ വേണ്ടത് ധാരാളം റമദാനിലുണ്ട്. ബഹുമാനപ്പെട്ട സൈനുദ്ദീനുൽ മഖ്ദൂമുൽ മഅബരി റളിയല്ലാഹു അൻഹു അവിടുത്തെ അദ്കിയ എന്ന് പറഞ്ഞ കിതാബിൽ ബുദ്ധിമാന്മാരായ ആളുകൾക്ക് കൊടുക്കുന്ന നിർദ്ദേശം പറയുകയാണ്. വദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ. 5 കാര്യങ്ങളുണ്ടായാൽ നമ്മുടെ ഹൃദയം ശുദ്ധിയാകും. വിശാലമായി പറയാതെ ചുരുക്കി 5 കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദവാഉ ഖൽബിൻ, ഹൃദയം ശുദ്ധിയാകാനുള്ള മരുന്നുകൾ ഖംസത്തുൻ 5 എണ്ണമാണ്. ഫതിലാവത്തുൻ, ഒന്നാമത്തത് ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ, അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഖുർആൻ ഓതലാണ്. അർത്ഥം ആലോചിച്ച് ഖുർആൻ ഓതുക. അപ്പൊ ഓരോ ആളുകൾക്കും അർത്ഥം ഓരോ രൂപത്തിലാണ് അറിയുക. നന്നായി പണ്ഡിതരായ ആളുകൾ, ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, അങ്ങനെയുള്ള മുജ്തഹിദുകളായ പണ്ഡിതന്മാർ അവരിങ്ങനെ ഖുർആൻ ഓതുമ്പോൾ അവർക്ക് പലതും ലഭിക്കും. അതൊന്നും ചിലപ്പോൾ നമ്മൾക്ക് കിട്ടൂല. പക്ഷേ ഖുർആനിന്റെ കുറേയൊക്കെ അർത്ഥം അറബി അറിയുന്ന ആളുകൾക്ക് കിട്ടും. അതുകൊണ്ടല്ലേ ഖുർആൻ ഓതുമ്പോൾ അറബി നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത്. ഖുർആൻ നന്നായി അറിയണമെങ്കിൽ നന്നായി അറബി അറിയണം. അല്ലാതെ ഒരു ഖുർആനിന്റെ പരിഭാഷ എടുത്ത് വായിച്ചാൽ അർത്ഥം ചിന്തിച്ച് ഓതലാവൂല. ഓതും പിന്നെ വായിക്കും. അർത്ഥം ഇങ്ങനെ മനസ്സിൽ വന്നുകാണ്ട് ഓതണം. അതാണ് തിലാവത്തുൻ ബി തദബ്ബുരിൽ മഅനാ. അത് പരിഭാഷ കൊണ്ട് കിട്ടില്ല. അതിനെന്ത് വേണം? അർത്ഥം അറിയണം. അപ്പൊ അതിന് അറബി പഠിക്കണം, നല്ല രൂപത്തിൽ അർത്ഥം അറിയണമെങ്കിൽ. അല്ലെങ്കിലും കുറച്ചൊക്കെ അർത്ഥങ്ങൾ എല്ലാവർക്കും കിട്ടും. ആ കിട്ടുന്ന അർത്ഥം അനുസരിച്ചെങ്കിലും നമ്മൾ ഓതണം. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. എന്തോ ഭൂമിക്ക് എന്തൊക്കെയോ പറ്റിയാണ് ഇല്ലേ? അങ്ങനെയെങ്കിലും അർത്ഥം ചിന്തിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പറയുമ്പോ ആ തഖ്വ നമ്മൾ മനസ്സിൽ വന്നാ മതി, അത് കിട്ടുമല്ലോ. ഇങ്ങനെയൊക്കെങ്കിലും അർത്ഥം ചിന്തിച്ചിട്ട് ഓതണം. കഴിയുന്ന അത്ര അർത്ഥം ചിന്തിച്ചിട്ട് ഓതണം. ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅന. അതുണ്ടായ ഹൃദയം ഇങ്ങനെ ക്ലീനായി. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് എന്താണ്? വദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ. വയറ് കാലിയാക്കി വെക്കുക. റമദാൻ എന്തായാലും കാലിയായിരിക്കും. അതുകൊണ്ട് ഹൃദയം ശുദ്ധിയാകാൻ നല്ല സാഹചര്യമാണ്. അല്ലാത്ത സമയത്തും നന്നായി വയറ് നിറച്ച് തിന്നരുതേ. ഹൃദയം മോശമായി പോകും. ഹൃദയം ക്ലീനായി കിട്ടണോ? വയറിങ്ങനെ നിറച്ച് നടക്കണ്ട. ഇങ്ങനെ ഉള്ള എല്ലാ ഹോട്ടലുകളിലും പോയി ഭക്ഷണം കഴിക്കണ്ട. നമ്മൾ എന്ത് ചെയ്യണം? ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ. വയറിങ്ങനെ പരമാവധി കാലിയാക്കി വെക്കണം. വാരി വലിച്ച് തിന്നണ്ട. അടുത്തത് പറയുകയാണ്, അത് റമദാനിൽ വളരെ നടക്കും. അല്ലാത്തപ്പോഴും നമ്മൾ ശീലിക്കണം. ഈ തഖ്വയാണ് നമ്മൾ ശീലിച്ച് അടുത്ത റമദാനിന്റെ പിറകെ കൊണ്ടു നടക്കേണ്ടത്. അതെന്താണ്? വഖിയാമു ലൈലിന്, രാത്രി നിന്ന് നിസ്കരിക്കണം. റമദാനിൽ നമ്മൾ കുറെ നിസ്കരിച്ചില്ലേ? ഇനി അതേ സുബഹിന്റെ മുമ്പ് കുറച്ച് സമയം എഴുന്നേറ്റ് അല്ലാഹു തആലാക്ക് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഞാനും അല്ലാഹുവുമായിട്ടുള്ള ഒരു രഹസ്യമായ ബന്ധമുണ്ടാക്കി നിങ്ങൾ നിസ്കരിച്ചു നോക്കൂ.
ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നുള്ള എല്ലാ അരുതായ്മകളും നിസ്കാരം മായ്ച്ചു കളയുന്നതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, നബിയേ, ഒരാളുണ്ടല്ലോ ഞങ്ങളെ കൂട്ടത്തിൽ, അയാൾ രാവിലെ അയാൾ കക്കാൻ പോകുന്നുണ്ട്, മോഷ്ടിക്കാൻ പോകുന്നുണ്ടല്ലോ, ആള് നിസ്കരിക്കുന്നുണ്ട്, മോഷ്ടിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ നിസ്കാര അരുതായ്മകളെ മായ്ച്ചു കളയുന്ന എങ്ങനെ പറയാ? സ്വഹാബത്ത് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾ ശരിയായ വിധം നിസ്കരിക്കുന്നുണ്ടെങ്കിൽ വൈകാതെ അയാളിൽ നിന്ന് ആ ദുശീലം പോയി പോകുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മനസ്സിലായോ? അപ്പം നിസ്കാരം നല്ല രൂപത്തിൽ നിസ്കരിച്ച ഹൃദയം ശുദ്ധിയായി കൊണ്ടിരിക്കും. അങ്ങനെ അത്താഴ സമയത്ത് എഴുന്നേറ്റ് വിനയാന്വിതനായി കരഞ്ഞു അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. വളരെ ഉന്നതന്മാരായ സാലിഹീങ്ങളായ ആളുകളോട് കൂടെ ഇരിക്കണം, അവരോട് ഒരുമിച്ച് സഹവസിക്കണം. അടുത്ത മാർഗമാണ്. സ്വാലിഹീങ്ങളായ ആളുകളെ എവിടെ കിട്ടിയാലും ഓരോട് കൂടെ നടക്കുക, ഓരോട് കൂടെ ചെയ്യുക, ഓരിൽ നിന്ന് എന്തെങ്കിലും ഇൽമ കിട്ടുക. അവരെ കൂടെ അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഇങ്ങനെ നന്നാവും. നല്ല ആൾക്കാരോട് കൂടെ കൂടിയാ നല്ലത് കിട്ടും, മോശം ആളുകളോട് കൂടെ കൂടിയാ മോശം കിട്ടും. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും എന്നാണ്. അപ്പൊ നമ്മൾ നല്ലവരോട് കൂടെ നടന്നാൽ നമ്മളും ഇങ്ങനെ നന്നായി 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 വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് വിശദമായി പഠിപ്പിച്ചതാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കൂട്ടുകാരാരാണോ നന്നായി നോക്കണം. കൂട്ടുകാരുടെ രീതി അനുസരിച്ചായിരിക്കും നമ്മളുടെ ജീവിത ശൈലികൾ പോവുക. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കണം കൂട്ടുകാരെ നമ്മൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹു തആല നമ്മളുടെ ഹൃദയമൊക്കെ ശുദ്ധിയാക്കി തരുമാറാകട്ടെ. വളരെ സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ആളുകളിൽ അല്ലാഹു തആല നമ്മെ പെടുത്തി തരുമാറാകട്ടെ. എത്രയോ ആളുകൾ ഈ റമളാനിന് മുമ്പ് നമ്മളോട് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയി. റമളാനായിട്ടും പലരും മരണപ്പെട്ടു പോയി. അല്ലാഹു അവരുടെയൊക്കെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നമ്മെയും അവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ഹൃദയത്തിനുണ്ടാകുന്ന എല്ലാ അപാകതകളും പരിഹരിച്ച് ഖാലിഖായ റബ്ബിനെ പേടിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു തആല നമ്മൾക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല നിസ്കാരം കൃത്യമായി നിലനിർത്തുന്ന, ഖുർആൻ സ്ഥിരമായി ഓതുന്ന, രാത്രി നിന്ന് നിസ്കരിക്കുന്ന, നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, അല്ലാഹു തആല തന്ന സമ്പത്തിൽ കുറച്ചാണെങ്കിലും ഉള്ളത് കൊടുക്കുന്ന ആളുകൾ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റമളാൻ വന്നു പോകുന്ന സമയത്ത് പാവം പൊറുക്കാതെ കഷ്ടത്തിലും നഷ്ടത്തിലുമാകുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ പെടുത്താതിരിക്കട്ടെ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ എന്ന് ഖുർആൻ പറഞ്ഞ 84 വർഷത്തോളം അമല് ചെയ്ത അത്രയും പ്രതിഫലമുള്ള ആ ലൈലത്തുൽ ഖദ്ർ ഉപയോഗപ്പെടുത്താൻ അതിന് തൗഫീഖുള്ളവരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു തആല അവനെ പേടിച്ചു ജീവിക്കുന്ന, അവനെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന, അവനെയും മുത്ത് റസൂലുള്ളാഹി തങ്ങളെയും നന്നായി മഹബത്ത് വെച്ച് ഇത്തിബാ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മൾ കേട്ടതും പറഞ്ഞതും എഴുത്തികാഫിരുന്നതും ഓരോന്നും അല്ലാഹു തആല അവന്റെ വലിയ പ്രതിഫലം കൊണ്ട് അല്ലാഹു നമ്മൾക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.